ഹലോ ഗൈസ്, നമ്മളൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ നമുക്ക് കോഴിക്കോട് നിന്ന് 10:30ക്കാണ് നമുക്ക് ട്രെയിൻ അവിടേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ 10:30ക്ക് ട്രെയിൻ കയറി. ഇനി അവിടെ എത്തുമ്പോൾ നമുക്ക് 11 മണിക്കാവും. അതുകൊണ്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം എല്ലാവരും ബായൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം ഗൈസ്. അപ്പം ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളെങ്ങോട്ട് പോകണേന്ന് പറഞ്ഞില്ലല്ലേ? ഞങ്ങൾ പോകുന്നത് രാമേശ്വരമാണ് ഗൈസ്. ഇനിയും സമയമുണ്ട് ഗൈസ് രാമേശ്വരം എത്താൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി തന്നെ നമ്മൾ ക്രോഷറ്റൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പാമ്പമ്പാലം എത്താനായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് നോക്കിയിരിക്കുകയാണ് ഗൈസ്, എവിടെ എത്താൻ. അങ്ങനെ നമ്മൾ പാമ്പമ്പാലം, ഇതാണ് ഗൈസ് ബീച്ച്. അപ്പോൾ പാമ്പമ്പാലം എത്താനായിട്ടുള്ള ഗൈസ്. അങ്ങനെ ഞാൻ നോക്കിയിരിക്കുമ്പോഴാണ് ഗൈസ് പാമ്പമ്പാലം എത്തി ഗൈസ്. അപ്പോൾ നല്ല അടിപൊളിയാണ് ഗൈസ്, നിങ്ങൾ കാണും ഗൈസ്. അങ്ങനെ പാമ്പമ്പാലം കുറച്ച് അങ്ങോട്ട് നീങ്ങിയാൽ തന്നെ രാമേശ്വരം സ്റ്റേഷൻ എത്തി ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി ഗൈസ്. ഈ ട്രെയിന് ഇന്ന് 3 മണിക്ക് എടുക്കും കേട്ടോ, വൈകുന്നേരം. അപ്പം നമുക്ക് അതിന് മുന്നേ നമുക്കെല്ലാം കണ്ടുവരണം എന്നാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഗൈസ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നല്ല പുതുക്കി പണിയാവുന്നു, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. അപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് ട്രെയിനിൽ നിന്ന് 2 ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു ഗൈസ്. നല്ല ഫ്രണ്ട്ലിയാണ് അവർ. അങ്ങനെ നമ്മളൊരു ഹോട്ടലെടുത്തു. ഹോട്ടലിലെ റേറ്റാണ് ഗൈസ് ഇത്. അങ്ങനെ നമ്മൾ നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് 1 മണി 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇറങ്ങണം. നമ്മൾ ഇന്നലെ കുളിച്ചിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അമ്പലത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗൈസ് നല്ല പൊള്ളുന്ന ചൂടാണ്. ഇനി നിങ്ങൾക്ക് ഒരു കോമഡി ഐറ്റം കാണാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറാൻ വെച്ചു. ബട്ട് ഗൈസ് 1:30 ആയപ്പോഴത്തേ ടെമ്പിൾ അടച്ചു എന്ന് പറയും. അപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പുറത്തുള്ള ഭാഗം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് പുറത്ത് ഭാഗമാണ്. ഇത് നമുക്ക് ഉൾഭാഗം നല്ല ഭംഗിയാണ്, ഇതിനും ഭംഗിയാണെന്ന് പറയുന്നത് ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു നമ്മൾ ഈ അമ്പലത്തിന് ചുറ്റും നമുക്ക് കണ്ടു തീരാൻ പറ്റാത്ത അത്രയും കാണാനുണ്ട് ഗൈസ്. നമ്മൾ അതൊക്കെ കാണുകയാണ് ഗൈസ്. അപ്പോൾ നല്ല വ്യൂ ആണ്. അവിടെ ഒരു കുളം ഉണ്ട് ഗൈസ്, നല്ല വ്യൂ ആണ് അതൊക്കെ കാണാൻ. ഗൈസ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴി ഗൈസ്. നല്ല ഭംഗിയാണ്. നമുക്ക് എണ്ണാൻ പോലും പറ്റാത്ത അത്രയും തൂണുകളൊക്കെ നിറങ്ങിയിട്ട് നല്ല ഭംഗിയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് ഇവിടെ ഒരു കുളമുണ്ട്, നമ്മളത് കാണാൻ പോയി. ഈ വെള്ളം നമ്മൾ തലയിൽ വയ്ക്കുന്നത് ഒരു ആചാരാട്ടോ. അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് വേറൊരു വഴിയാട്ടോ. അവിടെ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇത് സോളാർ ഉപയോഗിച്ച് തലയാട്ടെന്നാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പക്ഷെ ഇവിടെ എവിടെ തൊട്ടാലും പിടിച്ചാലും നല്ല റേറ്റാണ് ഗൈസ്. അങ്ങനെ ഇവിടെ ഒരു ബീച്ചുണ്ട് ഗൈസ്, വലിയ ബീച്ചാണ് ഗൈസ്. അപ്പം നമ്മൾ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഗൈസ്. അപ്പം ഇതും ഇവിടുത്തെ വേറൊരു ആചാരമാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത്. ബീച്ചിൽ തീരെ വൃത്തിയില്ല ഗൈസ്. അപ്പം നമ്മളൊന്ന് വെറുതെ കാല് നനച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് ഗൈസ് ബീച്ച്. അങ്ങനെ അവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കാലൊക്കെ വെറുതെ കഴുകി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കേട്ടോ. പക്ഷേ അവിടുത്തെ വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഗൈസ്. ആ കിളി വറക്കുന്നതും ഭയങ്കര ഭംഗിയാണ് ഗൈസ്. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ എന്ത് രസമാണ് തലയിൽ വെച്ച് കൊണ്ടുപോകുന്നതൊക്കെ. പിന്നെ നമ്മൾ നേരെ വേറെ ഒരു ഹിഡൻ സ്പോട്ടുണ്ട് ഗൈസ് രാമേശ്വരത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്നത് കടൽപ്പാലം രാമേശ്വരം.
ഇവിടുത്തെ വ്യൂ ഗൈസ് രാത്രി ആയപ്പം കാണാൻ എന്ത് ഭംഗിയായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് ധനുഷ്കോടി എന്നാണ് പറയുന്നത് ഗൈസ്. അപ്പം ഇവിടുത്തെ രാത്രിത്തെ വ്യൂ കാണാൻ ഗൈസ് അടിപൊളിയാണ് ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് വരണം ഗൈസ്, നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ ഈ ഒരു ഫുഡ് ഐറ്റം നമ്മൾ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളും കണ്ടു നോക്കൂ. അങ്ങനെ ഗൈസ് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിൽ പോയി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി, പക്ഷേ ഇവിടുത്തെ വെള്ളം നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല, അത്ര ഇതാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് പറ്റും, പക്ഷേ നമ്മൾ കൈ കഴുകാനൊക്കെ വെച്ച വെള്ളമല്ലേ, അത് തീരെ നമുക്ക് തോന്നാം. ഉപ്പ് വെള്ളമാണ് ഗൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒന്നും എടുക്കുക, നമ്മൾ മിനറൽ വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ വായൊക്കെ കഴുകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതാ ഗൈസ് താറാവൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ രാവിലെയായി ഗൈസ്. അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മൾ നേരെ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പം താറാവൊക്കെ എപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഗൈസ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കയറ്റാൻ പറ്റില്ല, ഇത്രയും നമുക്ക് കയറ്റാൻ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് ഈ ഒരു സംഭവം നമുക്ക് തൊട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമല്ലേ കാണാൻ. അപ്പം നമ്മൾ കഴിഞ്ഞൊരു സാരിയൊക്കെ വാങ്ങി, പിന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി. നമുക്ക് രാവിലത്തെ ഫുഡ് വലുതായിട്ട് നമുക്ക് പിടിച്ചില്ല, അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ പോയി. നല്ല ചായയാണ് ഗൈസ് ഇതിൻ്റെ. അങ്ങനെ ഈ ചായൻ്റെ പേരാണ് കരിപ്പെട്ടി എന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ കടിയായിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ നേരെ നമ്മുടെ റൂമിൻ്റെ വ്യൂ ആണ് ഗൈസ് അത്. അങ്ങനെ നമ്മൾ നേരെ എനിക്ക് ടിക്കറ്റ് എടുത്തു ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് രാമേശ്വരത്തിന് പോവുകയാണ്. അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷനെത്തി. അവിടെ നമ്മൾ ഇറങ്ങി ഒരു ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. ഫുഡ് കഴിച്ചു, അത് നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഒരു ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ റെസ്റ്റിംഗ് റൂമിലിരുന്നു ഗൈസ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഗൈസ് നമ്മൾ കോഴിക്കോട് എത്തി ഗൈസ്. 2 ദിവസം നമ്മൾ രാമേശ്വരമായിരുന്നു ഗൈസ്. നമുക്ക് തീരെ അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല, ചൂട്, അവിടുത്തെ വെള്ളമൊന്നും നമുക്ക് പിടിക്കില്ല. അങ്ങനെ കോഴിക്കോട് എത്തിയപ്പോൾ നമുക്ക് സമാധാനമായി ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.